വ്യാജവാർത്ത നൽകിയതിന് മാധ്യമത്തിനും ദേശാഭിമാനിക്കും വക്കീൽ നോട്ടീസ്. കേന്ദ്ര സർവകലാശാല മുൻ പ്രോ VC ഡോക്ടർ കെ ജയപ്രസാദാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. വ്യാജവാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചെയ്യുന്നുണ്ട്. രേഷ്മ, ഏതു വാർത്തയെ തുടർന്നാണ് ഇത്തരത്തിലൊരു നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. അതിര തനിക്കെതിരായിട്ടുള്ള വ്യാജ വാർത്ത പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാധ്യമത്തിനും ദേശാഭിമാനിക്കും കേന്ദ്ര സർവകലാശാല മുൻ പ്രോ VC ആയിട്ടുള്ള ഡോക്ടർ കെ ജയപ്രസാദ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നേരത്തെ ഈ വാർത്ത എന്ന് പറയുന്നത് ഡോക്ടർ ജയപ്രസാദിന്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയ തരത്തിലുള്ള ഒരു വ്യാജ വാർത്തയാണ് കഴിഞ്ഞ ആഴ്ച മാധ്യമവും ദേശാഭിമാനി നൽകിയത്. ഇതിനെതിരെയാണ് നിയമ നടപടി എന്നുള്ള രീതിയിൽ വക്കീൽ നോട്ടീസ്, ആദ്യപടി എന്നുള്ള രീതിയിൽ വക്കീൽ നോട്ടീസ് ജയപ്രസാദ് നൽകിയിരിക്കുന്നത്. നോട്ടീസ് ലഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ വ്യാജ വാർത്ത പിൻവലിച്ച് നിരുപാധികം മാപ്പപേക്ഷ പത്രത്തിൽ പ്രസിദ്ധീകരിക്കണം. അല്ലാത്ത പക്ഷം സിവിൽ ക്രിമിനൽ വ്യവഹാരവുമായിട്ട് താൻ മുന്നോട്ട് പോകുമെന്നും ജയപ്രസാദ് നോട്ടീസിൽ പറയുന്നുണ്ട്. ഈ സർവകലാശാലയുടെ, അതായത് കേന്ദ്ര സർവകലാശാലയുടെ മുൻ റിപ്പോർട്ട് റദ്ദാക്കിയത്, നിയമനം റദ്ദാക്കിയ തരത്തിലാണ് ഇരു മാധ്യമങ്ങളും വ്യാജ വാർത്ത നൽകിയത്. നിയമനം സംബന്ധിച്ച പരാതി അടക്കം, അതായത് ഈ ഹർജിക്കാരിയുടെ പരാതി അടക്കം പരിഗണിച്ചുകൊണ്ട് സർവകലാശാലയോ അല്ലെങ്കിൽ അംഗീകൃത സമിതിയോ തീരുമാനം കൈക്കൊള്ളണമെന്നുള്ളതായിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതി കോടതി വിധി പുറപ്പെടുവിച്ചത്. പക്ഷേ ഈ ജയപ്രസാദിന്റെ നിയമനം യാതൊരു തരത്തിലും റദ്ദാക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഈ കോടതി വിധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമെന്നും ജയപ്രസാദിന്റെ നിയമനം റദ്ദാക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ വ്യാജ വാർത്തയായിട്ട് നൽകുകയായിരുന്നു. എന്തായാലും ഈ നിയമ നടപടിക്ക് തൊട്ടു മുന്നേയുള്ള ഒരു പ്രാഥമിക നടപടിക്രമം എന്നുള്ള രീതിയിലാണ് നിലവിൽ ഇരു മാധ്യമങ്ങൾക്കുമെതിരെ ജയപ്രസാദ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. മാപ്പ് പറയാത്ത പക്ഷം മറ്റ് സിവിൽ നിയമ ഒപ്പം തന്നെ ക്രിമിനൽ നിയമ നടപടികളിലേക്കും ജയപ്രസാദ് കടക്കും. ആതിര. രേഷ്മ, ഒപ്പം തന്നെ പറയാനുള്ളത്, ഈ സമയപരിധിയോ ഏതെങ്കിലും രീതിയിൽ ഈ മാപ്പപേക്ഷ നൽകണമെന്ന് അല്ലെങ്കിൽ മാപ്പപേക്ഷിക്കണമെന്നുള്ള നോട്ടീസിൽ പറയുന്നുണ്ട്. ഈ ഒരു നടപടിയിലേക്ക് രണ്ടു പത്രങ്ങളും നീങ്ങാനാണോ സാധ്യത? നിയമ നടപടി കർശനമായി തന്നെ നിലനിൽക്കുമ്പോൾ. ആതിര, ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ള വക്കീൽ നോട്ടീസ് ജയപ്രസാദ് അയച്ചിട്ടുള്ളത്. 48 മണിക്കൂർ, അതായത് നോട്ടീസ് ലഭിച്ച 48 മണിക്കൂറിനുള്ളിൽ അധികാരികൾ, അതായത് ബന്ധപ്പെട്ട വ്യക്തികൾ ഇത് സംബന്ധിച്ച് മാപ്പപേക്ഷ പത്രത്തിൽ ആദ്യത്തെ പേജിൽ തന്നെ പ്രസിദ്ധീകരിക്കണമെന്നുള്ളതാണ് ആവശ്യം. അല്ലാത്ത പക്ഷം മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. വ്യാജമായിട്ട് വാർത്ത നൽകിയതിനേക്കാൾ ഉപരി ഹൈക്കോടതി വിധി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് വളച്ചൊടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം നൽകിയിരിക്കുന്നത്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട മാധ്യമം ചില വാർത്തകൾ ഇദ്ദേഹത്തിനെതിരെ നൽകുകയും അത് സംബന്ധിച്ച് മാനനഷ്ട കേസ് കീഴ്ക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ്. അതിനിടയിൽ തന്നെയാണ് വീണ്ടും ഒരു വ്യാജ വാർത്ത കൂടി നൽകിയിരിക്കുന്നത്. എന്തായാലും 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ വാർത്ത പിൻവലിച്ചുകൊണ്ട് നിരുപാധികം മാപ്പപേക്ഷ സമർപ്പിക്കണം, അല്ലെങ്കിൽ പത്രത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കണമെന്നാണ് ജയപ്രസാദ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വ്യാജ വാർത്ത നൽകിയതിന് മാധ്യമത്തിനും ദേശാഭിമാനിക്കും വക്കീൽ നോട്ടീസ്. കേന്ദ്ര സർവകലാശാല മുൻ പ്രോ VC ഡോക്ടർ കെ ജയപ്രസാദാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. 48 മണിക്കൂറിനകം മാപ്പ് പറയണമെന്നും വ്യാജ വാർത്ത പിൻവലിക്കണമെന്നുമാണ് നോട്ടീസിൽ വ്യക്തമാക്കുന്നത്. രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.